എന്താണ് സെൽഫ് ലേണിംഗ്? പലരും ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങനെ നമുക്ക് സ്വയം എങ്ങനെ പഠിക്കാൻ പറ്റും, സ്വയം എങ്ങനെ ലേൺ ചെയ്യാൻ പറ്റും, അപ്പോൾ അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നൊക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് തന്നെ ആക്ച്വലി അവിടെയാണ്. സെൽഫ് ലേണിംഗ് എന്താണെന്ന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അടുത്ത വീഡിയോ പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ നമുക്ക് സെൽഫ് ലേണിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു രസകരമായ ഒരു കഥയിലൂടെ സ്റ്റാർട്ട് ചെയ്താലോ? ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഓക്കെ, BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ പഠിച്ചത്. അതിൽ കുറച്ചൊക്കെ കോഡിങ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു, C പഠിച്ചിട്ടുണ്ടായിരുന്നു, ജാവ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ആൻഡ്രോയിഡ് ഉണ്ടായിരുന്നു, പിന്നെ ഷെൽ ഉണ്ടായിരുന്നു, പിന്നെ പൈത്തൻ്റെ തിയറി പേപ്പർ ഉണ്ടായിരുന്നു, പിന്നെ ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ഒരു കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ് തിയറീസും പ്രാക്ടിക്കൽസും ഉണ്ടായിരുന്നു. ബട്ട് അന്നൊന്നും എനിക്ക് എങ്ങനെ കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പോലും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് ഞാനൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുക. ഒരു കുത്ത്, കോമ ഇതുപോലും ഞാൻ കാണാതെ പഠിച്ചിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ എനിക്കൊന്നും അറിയില്ല ആക്ച്വലി. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പാസ്സായി, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ കുറേ ജോബിന് അപ്ലൈ ചെയ്യൽ തുടങ്ങി. ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ പലയിടത്തും ജോബ് ഫെയർ ഉണ്ടാവും, പല കോളേജുകളിലും. അടുത്തുള്ള എൻ്റെ SM കോളേജ്, അതേപോലെ തന്നെ വിക്ടോറിയ കോളേജ്, ഇങ്ങനെ കുറച്ച് കോളേജുകളിൽ ജോബ് ഫെയർസ് ഉണ്ടാവും. ഞാൻ അവിടെ അത് അറ്റൻഡ് ചെയ്യും. ഒരു ചെറിയ ഒരു ബേസിക് CV വെച്ചിട്ടായിരിക്കും ഞാൻ പോവുക. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, കോഡിങ്ങിൽ നോളജ് ഇല്ല, ആകെ ഉള്ളത് BSc കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജോബ് ഫെയറിലേക്ക് പോയി. അപ്പോൾ പോയപ്പോൾ എനിക്ക് എൻ്റെ ഒരു നോളജ് മനസ്സിലായി, എത്രത്തോളം എനിക്കിതിൽ നോളജ് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ജോബ് ഫെയറിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അവർ ചോദിക്കും. ആ ചോദിക്കുമ്പോൾ പല ചോദ്യങ്ങളിലും ഞാൻ ഉത്തരം മുട്ടുക ചെയ്യുക. കാരണം എനിക്കറിയില്ല ഇതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ തീരുമാനിച്ചു, BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിലൊരു ഡീപ്പ് നോളജ് പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയില്ല. വെറുതെ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എക്സാം പാസ്സാവുക, ഡിഗ്രി പേപ്പർ എങ്ങനെയും എഴുതിയെടുക്കുക, ആ ഒരു സർട്ടിഫിക്കറ്റ് നേടുക, ഇതിനായിട്ടാണ് ഞാൻ പഠിച്ചതെന്നുള്ള റിയാലിറ്റി എൻ്റെ മൈൻഡിലേക്ക് വന്നു. അതായത് ഞാൻ 3 വർഷം ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് എനിക്കൊരു സ്കില്ലും ആയില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു ഇൻ്റർവ്യൂസിനൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഈ കോഡിങ്ങിൽ കാര്യമായിട്ട് എന്തെങ്കിലും പഠിക്കണം. സോ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വേറെ PG കാര്യങ്ങളായിട്ട് പഠിക്കൽ തുടങ്ങി. ഞാനപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2 months ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ജോബൊന്നും കിട്ടിയില്ല ജോബ് ഫെയറിന് പോയിട്ട്. അപ്പം എൻ്റെ സ്കില്ല് എനിക്ക് മനസ്സിലായി, എത്രത്തോളം എനിക്ക് സ്കില്ലുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്കില്ലും ഇല്ല ഈ 3 വർഷം ഡിഗ്രി പഠിച്ചിട്ട്. അപ്പം ഞാൻ സ്വയം പഠിക്കാം, എന്തെങ്കിലും സ്വയം വീട്ടിലിരുന്ന് സെൽഫ് ലേൺ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കോഡിങ്ങിൽ, അതായത് ഒരു ബേസിക് പ്രോഗ്രാമിങ്ങിന് ആദ്യം ഞാൻ C, ജാവ ഇങ്ങനെ ബേസിക് പ്രോഗ്രാമിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പല ഡോക്കുകളും വായിച്ചു, പല വീഡിയോസും കണ്ടു. അങ്ങനെ C, ജാവ ഞാൻ പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി, കൊള്ളാം, ഇതെന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നി. കാരണം ഡിഗ്രിയിലും ആക്ച്വലി C, ജാവ പേപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചതായിരുന്നു, ബൈ ഹാർട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി സ്വന്തം എനിക്ക് ഒരു ജോബ് വേണം എന്നുള്ള ഒരു മൈൻഡിൽ പഠിച്ചപ്പോൾ, ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെ പ്രോഗ്രാമിംഗ് പഠിക്കാം, എങ്ങനെ സെൽഫ് ലേൺ ചെയ്യാം, അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും എന്ന് മനസ്സിലായി. ബേസിക് പ്രോഗ്രാമിംഗ് ഞാൻ പഠിച്ചു, സെൽഫ് ലേൺ ആയിട്ട് സ്വന്തം വീട്ടിലിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി, ഞാൻ ഏത് ഡൊമൈനിലേക്ക്, ഞാനൊരു ഡെവലപ്പറാണ്, അപ്പോൾ ഞാൻ ഏത് ഡൊമൈനിലേക്ക് പോകണം, ഏത് ഡൊമൈനിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അതിൽ ചൂസ് ചെയ്താണ് Node.js പോവാം. ഒരു ബാക്ക് ആൻഡ് ടെക്നോളജിയായ Node.js പറഞ്ഞ ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ Node.jsഉം ഇതേപോലെ വീട്ടിലിരുന്ന് സെൽഫ് ലേൺ ചെയ്യാമെന്ന് കരുതി Node.jsൻ്റെ ഡോക്ക് വായിച്ചു. അങ്ങനെ വായിച്ച് ഇരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി എനിക്ക്. ഈ സെൽഫ് ലേണിംഗ് എന്നുള്ള ഇതിൽ സ്വയം വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴുള്ള ഡിസ്ട്രാക്ഷൻസ് വരാൻ തുടങ്ങി. അത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാവും, പ്രോബ്ലംസ് ഉണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാവും, അതിനെ വായിച്ച് നമ്മൾ പഠിക്കും. അപ്പോഴാണ് ചിലപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ ഇമ്മ വന്ന് പറയും, എടാ റേഷൻ കടയിൽ പോകണം, അല്ലെങ്കിൽ അവിടെ പോകണം, ഈ SBI ബാങ്കിൽ പോകണം, ഇങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ അതിലോട്ട് പോകും. അതിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെയും വന്നിരിക്കുമ്പോൾ ഇന്നൊരു മൂഡില്ല, നാളെ പഠിക്കാം, ഈ ഒരു മൈൻഡ് സെറ്റ് വരും. അത് ഇക്കെന്നല്ല, പൊതുവെ വീട്ടിലിരുന്ന് പഠിക്കുന്ന എല്ലാവർക്കും അത് വരും. ഓക്കെ, അപ്പോൾ ഇക്കും അങ്ങനെ മൈൻഡ് സെറ്റ് വന്നു. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞിട്ട് ഗേൾ ഫ്രണ്ട് വിളിക്കാനുണ്ടാവും, അങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഡിസ്ട്രാക്ഷൻ ആവും നമ്മുടെ മൈൻഡ്. അപ്പോൾ ഈ വീട്ടിലിരുന്ന് സെൽഫ് ലേൺ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ളൊരു
പ്രോബ്ലമാണ് ഈ ഡിസ്ട്രാക്ഷൻ. നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ഷൻ ആവാം, വേറെ പല കാര്യങ്ങളിലാവാം, അത് വീട്ടുകാര്യങ്ങളിലാവാം, പേഴ്സണൽ കാര്യങ്ങളിലാവാം. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ എന്നുള്ളതൊരു പ്രോബ്ലം തന്നെയാണ് സെൽഫ് ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡിസ്ട്രാക്ഷൻ എന്നുള്ളതൊരു പ്രോബ്ലം തന്നെയാണ് സെൽഫ് ലേൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഞാൻ വീട്ടിൽ തന്നെ ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, അതായത് എൻ്റെ റൂമിൽ എനിക്കൊരു സ്പേസ്, ഞാനൊരു ചെറിയ രീതിയിലുള്ള ഒരു വർക്കിംഗ് സ്പേസ് പോലെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അവിടെ ഞാനൊരു ടൈം സെറ്റ് ചെയ്തു. രാവിലെ 7:30 to 9:30 ഒരു ടൈം, അതുപോലെ തന്നെ 10:30 to 12 വേറൊരു ടൈം, ഇങ്ങനെ ഓരോരോ ടൈം സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ടൈം എൻ്റെ ഇമ്മാൻ്റെ കയ്യിൽ പറഞ്ഞു, ഈ ടൈമിൽ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല, ഞാൻ പഠിക്കുകയായിരിക്കും, എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം, സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണം, നല്ലൊരു ജോബ്, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഞാനൊരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. അടുത്തൊരു പ്രശ്നം ഞാൻ സെൽഫ് ലേൺ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മോട്ടിവേഷൻ ഇല്ലാത്ത പോലെ തോന്നി. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് അടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിനാദ്യം ഞാൻ കുറേ മോട്ടിവേഷൻ വീഡിയോ കാണാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ടിരിയൻ ലാനിസ്റ്റർ പറയുന്ന പോലെ, Ever tried, ever failed, no matter, try again, fail again, fail better. ഇങ്ങനത്തെ കുറേ മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടില്ല. പിന്നെയും എനിക്ക് ഡൗട്ട് തോന്നി, ഇത് എന്നെ കൊണ്ട് കഴിയുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള കുറേ ഡൗട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓള് ഗ്രാഫിക് ഡിസൈനാണ് പഠിച്ചത്, പേര് വിനയ. അതേപോലെ ഗ്രാഫിക് ഡിസൈൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്, സെൽഫ് ലേൺ ചെയ്താണ്. അപ്പോൾ ഞാൻ വിനയൻ്റെ ചോദിച്ചു, വിനയ എങ്ങനെ ഈ സെൽഫ് ലേൺ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഞാനൊരു സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത പോലെ തോന്നുന്നു, അപ്പോൾ ഈ ഇത് പഠിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഈ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയി എന്ന് ചോദിച്ചു. അപ്പോൾ വിനയ പറഞ്ഞ ഒരു രസകരമായ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനയ പറഞ്ഞു, അപ്പോൾ വിനയ പഠിക്കുമ്പോൾ ഓരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യൽ തുടങ്ങി. വിനയ സ്വന്തമായിട്ട് ഓരോ ടാസ്ക് ക്രിയേറ്റ് ചെയ്യൽ തുടങ്ങി. ആ ഓരോരോ ഡിസൈൻസിലും അതുപോലുള്ള അതിലുള്ള സോഫ്റ്റ്വെയറിലുള്ള പല ടേംസിലും ഓരോ പ്രോബ്ലംസ്, ഓരോ ടാസ്ക് സെറ്റ് ചെയ്യൽ തുടങ്ങി. എന്നിട്ട് ആ ടാസ്കിന് ഓരോ സൊല്യൂഷൻസ് ഓൾ തന്നെ സ്വയം ഫൈൻഡ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഫൈൻഡ് ചെയ്തിട്ട് ഓൾ സ്വയം റിവാർഡ് കൊടുക്കൽ തുടങ്ങി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടാസ്ക് സെറ്റ് ചെയ്യും, എന്നിട്ട് ആ ടാസ്കിന് അതിന് സ്വന്തമായിട്ട് ഇരുന്നിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ റിവാർഡായിട്ട് സ്വന്തം ഒരു റിവാർഡായിട്ട് കൊടുക്കൽ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു കോൺസെപ്റ്റാണ്. എനിക്ക് റിവാർഡ് ചെയ്ത് തുടങ്ങിയത്, ഞാനും ഇതേപോലെ ഓരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തിട്ട് സ്വന്തം റിവാർഡ് ചെയ്തത് 100 മന്തി, അതുപോലെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഓരോന്ന് ഞാൻ സ്വയം റിവാർഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് മോട്ടിവേറ്റഡ് ആയി, കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ പ്രോബ്ലംസും ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു റിവാർഡ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഈ ടാസ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ എനിക്ക് ഗെയിം കളിക്കാം. ഇങ്ങനെ ഓരോ റിവാർഡ് ഞാൻ സ്വന്തം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ പോയപ്പോൾ എനിക്ക് ആ ഒരു ലാക്ക് ഓഫ് സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി മാറി കിട്ടി. ഞാനും സെൽഫ് മോട്ടിവേറ്റഡ് ആയി. അങ്ങനെ ആ ഒരു പ്രോബ്ലത്തിന് അതൊരു സൊല്യൂഷൻ, വലിയൊരു സൊല്യൂഷനായി. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ് ലാക്ക് ഓഫ് ഐഡിയാസ്. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏതാദ്യം ചെയ്യണം. ഞാൻ ചൂസ് ചെയ്ത നോഡാണ് എൻ്റെ ഡൊമൈന്. അപ്പോൾ ഞാൻ എവിടുന്ന് തുടങ്ങണം എന്നുള്ള കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ കുറേ പേരത് ചോദിച്ചു, എൻ്റെ ഒപ്പം പഠിച്ചവരത് കുറേ പേരത് ചോദിച്ചു, ബട്ട് അവർക്കൊന്നും അതിലൊരു പ്രോപ്പർ നോളേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. നമ്മൾ നോഡ് ജേസിൻ്റെ വീഡിയോസ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ടാണ് ഇതിൽ ആരുടെ വീഡിയോ ആണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റ് എടുത്ത് പ്ലേ ചെയ്ത് അതിലൊരു അറൗണ്ട് 20 വീഡിയോസ് ഉണ്ടായിരുന്നു നോഡ് ജേസിനെ കുറിച്ചിട്ട്. ഞാനത് കംപ്ലീറ്റ് വാച്ച് ചെയ്യുന്നതൊപ്പം തന്നെ ഞാൻ ആക്ഷൻ ചെയ്ത് പഠിച്ചു. ഓക്കെ, നമ്മൾ വെറുതെ ഒരു വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, അതൊപ്പം തന്നെ നമ്മൾ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊപ്പം ചെയ്ത് നോക്കി. അങ്ങനെ എനിക്കൊരു ഐഡിയ കിട്ടി, ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് നോഡ് ജേസ് എന്നുള്ള ഫ്രെയിംവർക്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് കോഡ് ചെയ്യുക, എന്താണ് അതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ അതിലൊരു പ്രൊജക്റ്റ് ഉണ്ടാവും ആ വീഡിയോൻ്റെ ഫൈനലിൽ. ആ പ്രൊജക്റ്റ് ഞാൻ ചെയ്തു. പ്രൊജക്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി നോഡ് ജേസിനെ കുറിച്ചിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഡോക്കും കാര്യങ്ങളായിട്ട് വായിക്കാൻ തുടങ്ങി, പിന്നെ വേറെ വീഡിയോ കാണാൻ തുടങ്ങി. അപ്പോൾ ടോട്ടലി എനിക്കൊരു ഐഡിയ കിട്ടി. മെയിനായിട്ടൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒരു ഗൈഡൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്.
നമ്മൾ ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൽഫ് ലേൺ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് നമുക്ക് വേണം. അതൊരു നെറ്റ്വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ഈ പ്രോഗ്രാമിംഗ് ബേസ്ഡിലുള്ള ഗ്രൂപ്പുകളായിരിക്കാം. അപ്പം ഞാൻ കുറേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യൽ തുടങ്ങി. അപ്പം നാട്ട് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് എനിക്ക് കിട്ടിയില്ല. സോ ഞാനൊരു ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തു. അങ്ങനെ പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ട് കുറേ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. ഈ പ്രോഗ്രാമിംഗ് ബേസിലുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. കുറേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തപ്പോൾ അതിൽ ഞാനൊരു മെൻറ്ററിനെ കണ്ടെത്തി. ഒരു Node.js ഓൾമോസ്റ്റ് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിനെ ഞാൻ മെൻറ്ററായിട്ട് ഫൈൻഡ് ചെയ്തു. ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു, അവരതിൽ ഓക്കെ ആണ്. അങ്ങനെ ഞാൻ എൻ്റെ പല ഡൗട്ടുകളും അവരുടെ അടുത്ത് ചോദിച്ചു. അതുപോലെ തന്നെ അവരെനിക്ക് കുറേ അഡ്വൈസ് തന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ, നമ്മളൊരു മെൻറ്ററിനെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു വേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഓരോ ഡൗട്ടുകളും എപ്പോഴും അവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല. നമ്മൾ സെൽഫ് ലേൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡൗട്ട് വരും ഉറപ്പായിട്ടും. ഈ ഡൗട്ട് വരുമ്പോൾ നമ്മൾ സ്വന്തം റിസർച്ച് ചെയ്ത് പഠിക്കണം. ഇങ്ങനെ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു ടാസ്കിൽ ഒരു 1 month ഒരു ടാസ്കിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ റിസർച്ച് ചെയ്തിട്ട് നമ്മളത് ഫൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു മെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എപ്പോഴും നമ്മളൊരു മെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ സ്വന്തം അതിൽ റിസർച്ച് ചെയ്ത് ആ എഫേർട്ട് ഇടുമ്പോഴാണ് നമ്മൾ അതിലൊരു നോളജ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ്. സെൽഫ് ലേണിംഗ് ചെയ്യുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ മാത്രമായിരിക്കില്ല, ആരൊക്കെ ഇനി സെൽഫ് ലേണിങ്ങിൽ വരുന്നു, സെൽഫ് ലേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഇതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ഒരു സിസ്റ്റമാണ് സെറ്റ് ചെയ്തത്, ഒരു എക്കോ സിസ്റ്റമാണ് ഞാൻ മെയിനായിട്ട് സെറ്റ് ചെയ്തത്. ഒരുപാട് ഗോൾസ് ഉണ്ടായിരുന്നു. ആ ഗോൾസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സിസ്റ്റം സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ഗോള് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇത് അച്ചീവ് ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഞാനിപ്പോൾ IT-ൻ്റെ അല്ലെങ്കിൽ ഞാൻ കോഡിംഗ് ആണ്, പ്രോഗ്രാമിംഗ് ബേസുള്ള ഒരാളാണ്, ഞാനതാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, കോഡിങ് മാത്രമാണോ ഇങ്ങനെ പഠിക്കാൻ പറ്റുക, ബാക്കിയുള്ളൊന്നും പഠിക്കാൻ പറ്റില്ല? അല്ല കേട്ടോ, ഞാൻ എൻ്റെ കഥയാണ് ആക്ച്വലി ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ കോഡിങ്ങിൻ്റെയും അതുപോലെ Node.js, C, Java എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. ആക്ച്വലി കോഡിങ് മാത്രമല്ല, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, UI UX, ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് നമുക്ക് സെൽഫ് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രോബ്ലംസ് ഒക്കെ ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഈ എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഇതിലൊരു ലൈവ് ഗൈഡൻസ് വേണം എന്നുള്ളവർക്ക്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെ കമ്പനീസിൽ അവരുടെ ലൈവ് പ്രൊജക്റ്റ് ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് മെൻറ്റോറം. ഒരു ഹൈ ഇൻകം സ്കില്ല് ജനറേറ്റ് ചെയ്യണം എന്നുള്ളവരും, അതുപോലെ തന്നെ കരിയറിൽ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരും, പിന്നെ സെൽഫ് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ മെൻറ്റോറത്തിൽ മെയിനായിട്ടുള്ളത്. റിസർച്ച് ചെയ്തിട്ട് സെൽഫായിട്ട് പഠിക്കുക എന്നുള്ളൊരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ഈ മെൻറ്റോറം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മെൻറ്റോറത്തേക്ക് ജോയിൻ ആവാൻ ആഗ്രഹമുള്ള ആൾക്കാർ അവരുടെ അടുത്ത് പറയാനാണ്, ഈ സ്വയം പഠിച്ച് സ്വയം റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് സ്വന്തമായിരുന്ന് പഠിക്കുക എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഈ മെൻറ്റോറത്തേക്ക് വന്നാൽ മതി. കാരണം അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മളിവിടെ എടുക്കേണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ഉറപ്പായിട്ടും ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊരു വെയിറ്റ് ചെയ്യുക. ഓക്കെ.